ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് റാൻഡം വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന യൂഷ്വലി ഉണ്ടാവാറുള്ള ആരും കൂടെ ഇല്ല. കാരണം ഞാൻ ഇന്നൊരു പാർട്ട് ടൈം ജോബിന് വന്നതാണ്. എവിടെയെന്ന് വെച്ചാൽ അത് ഡുവൽ വീഡിയോ ഓണാണ്. ഇത് നമ്മളെ സ്കൈലൈൻ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്, കാക്കനാട്. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, മറ്റേ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടില്ല. അപ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ ഒരു കോർഡിനേറ്റർ അല്ലെങ്കിൽ വോളണ്ടിയറിലേക്ക് ഞാൻ പേര് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ 9 മണിക്ക് വന്നതാണ്. ഇപ്പോൾ രാത്രി 7 മണിയായി, ഇരുട്ട് കണ്ടില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചത് രാവിലെ മുതൽ തന്നെ ഫുൾ വ്ളോഗ് എടുത്ത് നിൽക്കാമെന്നാണ്, എല്ലാം കാണിച്ചിട്ട്. പക്ഷേ ഒന്നിനും സമയമില്ലായിരുന്നു. നല്ല ഓടി കണക്കലായതുകൊണ്ട് ഒന്നിനും സമയമില്ലായിരുന്നു. അപ്പോൾ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. എല്ലാം കഴിഞ്ഞ ആക്ച്വലി ഇതാ വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് സംഭവം എന്ന്. ഇതിൽ വലിയ എഡിറ്റിംഗ് ഒന്നും ചെയ്യാനുള്ള ഈ വീഡിയോയിൽ ഞാൻ സ്വയമേ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെയായിരുന്നു സ്റ്റോൾസൊക്കെ. അപ്പോൾ അലുവക്കട, പിന്നെ മറ്റേ കുറേ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റോൾസ്, ഹെൽത്തി ഫുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതായിരുന്നു നമ്മുടെ സ്റ്റുഡൻസ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വോളണ്ടിയർ ആയിരുന്നു ഞാൻ. അപ്പം എൻ്റെ ടേൺ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്ന് നമ്മൾ എസ് എച്ചിലെ തന്നെ ഒരു സീനിയറാണ് ചേച്ചി, ഗൗരി ചേച്ചി. പുള്ളിക്കാരി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരാണ് ഇപ്പോൾ വോളണ്ടിയർ ചെയ്യുന്നത്. എനിക്ക് ഈ മീഡിയ ടീമിൻ്റെ പണിയായിരുന്നു. ലൈക്ക് ഈ ഇവൻറ്റ് മൊത്തം കവർ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്ന സ്കീമായിരുന്നു എനിക്ക്. അപ്പോൾ ബാക്കി ഞാൻ വിഷ്വൽസ് കാണിച്ചു തരാം. ബ്രോ, സൂപ്പർ ഡ്രോയിങ്. ഒരു കുറിനാണ്, കുറേ പേര് വരച്ചു പോയി. അവിടുന്ന് വരച്ചു പോയി ഓൾറെഡി. അപ്പോൾ ഇതിലിപ്പോൾ ലാസ്റ്റ് കസ്റ്റമറാണെന്ന് ദിവസമല്ല. ഇതൊക്കെ എന്തെന്നൊക്കെ അല്ലേ. അപ്പോൾ അതാണ് ക്വിക്കായിട്ടുള്ള വിഷ്വൽസ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് ക്ലിപ്സ് ആഡ് ചെയ്യാനില്ല, കാരണം ഞാനൊന്നും എടുത്തിട്ടില്ല. രാവിലെ മുതൽ ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് ആക്ച്വലി ഫ്രീ ആയത്. അപ്പോൾ അതവിടെ കുറേ സ്വിമ്മിംഗ് പൂളുണ്ട്. ആക്ച്വലി എനിക്ക് പറയേണ്ട കാര്യം, ഞാൻ ഈ സ്കൈലൈൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റിലും ഇതുവരെ പോയിട്ടില്ല. ബട്ട് ദിസ് ലുക്സ് ഡാം ബ്രോ. അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ഞാനിപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ മുന്നേ എടുക്കും. എന്തത് അപ്പോൾ ഇതിനകത്ത് തന്നെ തിയേറ്റർ ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. എനിക്ക് ആക്ച്വലി ഇത് പ്രോസസ് ആയിട്ടില്ല ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണെന്നുള്ളതിൽ. ചേട്ടനെ നോക്കിയിട്ട് പോയി ബ്ലോഗൊക്കെ കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഗംഭീരമായ സ്കൈലൈൻ എനിക്ക് ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. ആൻഡ് താങ്ക്സ് ടു വിദ്യ ചേച്ചി, പുള്ളിക്കാരിയാണ് ഇതിൻ്റെ കോർഡിനേറ്റർ എന്നെ കൊണ്ടുവന്നത്. പുള്ളിക്കാരിയുടെ സാധനം ഇത് കോമ്പൽ, യെസ് കോമ്പലോ പ്രൊണൗൺസ് ചെയ്യാമല്ലോ, COMPEL, കോമ്പൽ ഇവൻറ്റ്സാവും അങ്ങനെന്താണ് പുള്ളിക്കാരുടെ ആ ഒരു ഇതിൻ്റെ പേര്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് സ്കൈലൈൻ്റെ വിഷ്വൽസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ക്വിക്കായിട്ടുള്ള റാൻഡം വ്ളോഗാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മളെ കൂടെ ഉണ്ടാവുന്ന ആരും ഇന്ന് ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി ഫുഡും കഴിച്ചിട്ട് കാക്കനാട് നിന്ന് തേവരയ്ക്ക് പോകണം. അതാണ് ഇപ്പോഴത്തെ ടാസ്ക്. ഇവിടുന്ന് 8:30 കഴിഞ്ഞാൽ ബസ്സൊന്നും ഇല്ല എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ രാത്രി എന്തായാലും കണക്കായി. ബസ് കിട്ടിയാൽ വീട്ടിലെത്തും, നമ്മുടെ പേയിങ് ഗസ്റ്റ് റൂമിലേക്ക് എത്തും, കോളേജിൻ്റെ അടുത്തുള്ള, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തങ്ങിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിലെത്തണം രാവിലെ ആകുമ്പോഴത്തേക്കും. ദാറ്റ്സ് ദ പ്ലാൻ ഫോർ ടു നൈറ്റ്. അപ്പോൾ കിഡു ഡേ ആയിരുന്നു. ഓക്കെ, ബൈ, സൈനിങ് ഓഫ്. ഇങ്ങനെയല്ലേ, അങ്ങനെ. ഓക്കെ.